ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അനുജൻ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയെപ്പോലെ കാണണമെന്നല്ലേ വിധി. അപ്പോൾ 5 സഹോദരന്മാർക്ക് ഒരുവൾ എങ്ങനെ പത്നിയായിരിക്കും? അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, ഗൗതമ വംശത്തിൽപ്പെട്ട ധർമ്മിഷ്ഠയായ ജഡില 7 മുനിമുഖ്യന്മാരുടെ പത്നിയായിരുന്നതായി പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മുനിജ, ആ ഒരു സ്ത്രീയും പ്രജേതസുകൾ എന്നറിയപ്പെടുന്ന 10 സഹോദരന്മാരുടെ ഭാര്യയായിരുന്നെന്നും പുരാണം പറയുന്നു. ഗുരുവിന്റെ വാക്കുകൾ ഏറ്റവും ധർമ്മമാണ്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. ഭിക്ഷ കിട്ടിയത് എല്ലാവരും കൂടി അനുഭവിക്കുവാനാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ വാക്കു പാലിക്കുന്നത് ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ വ്യാസൻ പറഞ്ഞു, ദ്രുപദ, നീ ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട. ദ്രൗപദിയുടെ കാര്യം ഭഗവാൻ പരമേശ്വരൻ നേരത്തെ തീരുമാനിച്ചതാണ്. അവളുടെ കർമ്മഫലം കൊണ്ട് അവൾ 5 പേരുടെ ഭാര്യയായിരിക്കേണ്ടി വന്നതാണ്. ഇതിൽ അധർമ്മമൊന്നുമില്ല. വരൂ, അകത്തേക്ക് പോകാം. വിശദ വിവരങ്ങൾ നിന്നോട് പറയാം. വ്യാസൻ ദ്രുപദനെയും കൂട്ടി അകത്തേക്ക് പോയി. ഉപവിഷ്ടനായ ശേഷം വ്യാസൻ പറഞ്ഞു, മഹാരാജാവേ, പാഞ്ചാലിയുടെ പൂർവജന്മ വൃത്താന്തം കേട്ടാലും. മൗദഗല്യൻ എന്നൊരു മുനിശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. വൃദ്ധനായ അദ്ദേഹം ജരനര ബാധിച്ച് എല്ലും തോലുമായ ഒരു വികൃത രൂപിയായിരുന്നു. മുൻകോപിയായ അദ്ദേഹത്തിന് കുഷ്ഠരോഗവും ഉണ്ടായിരുന്നു. വ്രണം കൊണ്ട് മൂടിയിരുന്ന ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ചലവും ചോരയും ഒഴുകിയിരുന്നു. നളായണി എന്നൊരു ഉത്തമ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. മുനി എപ്പോഴും ഭാര്യയോട് കോപിക്കുകയും ചിലപ്പോൾ അവരെ തല്ലുകയും ചെയ്തിരുന്നു. എന്നിട്ടും നളായണി അദ്ദേഹത്തിനോട് സ്നേഹത്തിന് ഒരു കുറവും കാട്ടിയിരുന്നില്ല. അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും അദ്ദേഹത്തിന്റെ അഭിനത്തത്തെ ആദരിച്ചും അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചുകൂടി. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനിയുടെ ഒരു വിരൽ അറ്റ ചോറിൽ വീണു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ വിരൽ എടുത്തു കളഞ്ഞിട്ട് നളായണി മുനിയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് മുനിയുടെ കാലുകൾ തടവുന്നതിന് അവൾ മുനിയുടെ അടുത്തെത്തി. മുനി അവളോട് പറഞ്ഞു, പ്രിയേ, ഞാൻ കേവലം കുഷ്ഠരോഗിയോ വൃദ്ധനോ അല്ല. നിന്നെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഇപ്രകാരമൊക്കെ ചെയ്തതാണ്. നിന്നെപ്പോലെ പതിവ്രതയായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ വേറെയില്ല. നിനക്ക് എപ്രകാരം രമിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്രകാരം രമിപ്പിക്കുവാൻ എനിക്ക് കഴിയും. നിന്നിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിനക്ക് എന്ത് വരമാണ് വേണ്ടത് അത് ഞാൻ തരാം. തികച്ചും അപ്രതീക്ഷിതമായി ഇപ്രകാരം മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നളായണിക്ക് സംഭ്രമമാണുണ്ടായത്. എന്താണ് ചോദിക്കേണ്ടതെന്നും പ്രത്യേകമായി ആലോചിച്ചുറപ്പിക്കാതെ അവൾ ദ്രുതഗതിയിൽ പറഞ്ഞു, പഞ്ചബാണ തുല്യന്മാരായ 5 രൂപങ്ങളിൽ അങ്ങെന്നെ രമിപ്പിക്കണം. മുനി അതനുസരിച്ച് 5 രൂപങ്ങൾ കൈക്കൊണ്ട് നളായണിയോടൊപ്പം രമിച്ചു. അവർ നദീതടങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും രമ്യഹർമ്മങ്ങളിലും പുഷ്കരണിയിലും മറ്റും സഞ്ചരിച്ച് കാമകേളികളിൽ ആടി. അവർ ദേവലോകത്ത് പോയി താമസിച്ച് ആനന്ദിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൗദ്ഗല്യന് കാമസുഖങ്ങളിൽ വിരക്തി വന്നു. അദ്ദേഹം വീണ്ടും സന്യസിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ നളായണി അപ്പോഴും ലൗകിക സുഖങ്ങളിൽ തൽപരയായിരുന്നു. അവൾ മുനിയുടെ തീരുമാനം ഇളക്കുവാൻ ശ്രമിച്ചു. തന്നെ വിട്ടു പോകരുതെന്ന് മുനിയോട് അപേക്ഷിച്ചു. മുനി പറഞ്ഞു, നീ എന്റെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ ആഗ്രഹിച്ചത് ശരിയല്ല. ഞാൻ തപസ്സിന് പോകുവാൻ ഉറച്ചു കഴിഞ്ഞു. നിന്റെ ചിന്ത ഇപ്പോഴും ഭൗതിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടും നീ വീണ്ടും ഒരു ജന്മമെടുത്ത് ആ ഗ്രഹനിവൃത്തി വരുത്തുക. ഞാൻ പോകുന്നു. മുനി അവളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. നളായണി കൈലാസത്തിലെത്തി പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. രുദ്രൻ ചോദിച്ചു, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. എന്തു വരമാണ് നിനക്ക് വേണ്ടത്? നളായണി വിപ്രാളത്തോടെ പറഞ്ഞു, ഭർത്താരം ദേഹി, അതായത് ഭർത്താവിനെ തരിക. ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി. ശിവൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാവട്ടെ. ഇത് കേട്ടപ്പോൾ നളായണി ഞെട്ടി. 5 ഭർത്താക്കന്മാരോ? അവൾ പറഞ്ഞു, പ്രഭു, എനിക്ക് സൽഗുണ സമ്പന്നനായ ഒരു ഭർത്താവ് മതി. ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞു, നീ എന്നോട് 5 പ്രാവശ്യം ഭർത്താരം ദേഹി എന്ന് അപേക്ഷിച്ചു. അതങ്ങനെ തന്നെ വരും. അടുത്ത ജന്മത്തിൽ നീ ദ്രുപദ രാജാവിന്റെ പുത്രിയായി ജനിക്കും. നിനക്ക് 5 ഭർത്താക്കന്മാരും ഉണ്ടാകും. വ്യാസൻ പറഞ്ഞു, അല്ലയോ ദ്രുപദ, ആ നളായണിയാണ് നിന്റെ പുത്രിയായി ജനിച്ചിരിക്കുന്ന കൃഷ്ണ. അവൾ ദേവകാര്യാർത്ഥം ജനിച്ചവളാണ്. കർമ്മയോഗത്താൽ ദ്രൗപദി 5 പേർക്ക് ഭാര്യയാകുന്നു. ഇത്രയും കേട്ടപ്പോൾ ദ്രുപദന്റെ സംശയങ്ങൾ തീർന്നു. അദ്ദേഹം പറഞ്ഞു,
വിധിയുടെ കെട്ടുപൊട്ടിക്കുവാൻ ആർക്കും സാധ്യമല്ല. സൽക്കർമ്മം കൊണ്ട് ദൈവഹിതത്തിന്റെ ഗതി മാറ്റുവാൻ കഴിയുമോ? രുദ്രൻ കൽപ്പിച്ചത് അനുസരിക്കാം. വ്യാസനും ദ്രുപദനും പുറത്തു വന്നു. ദ്രുപദൻ എല്ലാവരോടുമായി പറഞ്ഞു, എൻ്റെ സംശയങ്ങൾ വ്യാസഭഗവാൻ പരിഹരിച്ചിരിക്കുന്നു. ദ്രൗപദിയുടെ പാണിഗ്രഹണം ഉടൻ തന്നെ നടത്താം. 5 പേരും കൃഷ്ണയുടെ കരം ഗ്രഹിക്കട്ടെ. കല്യാണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ദ്രുപദന്റെ പ്രഭാവത്തെയും പ്രൗഢിയെയും വിളിച്ചറിയിക്കുന്ന വിധത്തിൽ അതിഗംഭീരമായിരുന്നു ഏർപ്പാടുകളെല്ലാം. ഓരോ ദിവസമായി ഓരോരുത്തർ ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്തു. ദൗമ്യ മഹർഷിയുടെ പൗരോഹിത്യത്തിലാണ് എല്ലാം നടന്നത്. പരമശിവന്റെ അനുഗ്രഹം കണ്ട് ഓരോ വിവാഹ രാത്രിക്ക് ശേഷവും ദ്രൗപദി വീണ്ടും കന്യകയായി. പാണ്ഡവന്മാർക്ക് വൈഢൂര്യം പതിച്ച സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ മറ്റു പല വസ്തുക്കളും ശ്രീകൃഷ്ണൻ വിവാഹ സമ്മാനമായി അയച്ചു കൊടുത്തു. വിവാഹത്തിനു ശേഷം പാണ്ഡവന്മാർ രാജകുമാരന്മാരായി തന്നെ പാഞ്ചാല രാജ്യത്ത് കുറെ നാൾ സസുഖം വാണു. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. മധ്യമ പാണ്ഡവനായ സവ്യസാചിയാണ് വില്ലുകുലച്ച് ലക്ഷ്യം ഭേദിച്ചതെന്ന വിവരം ചാരന്മാർ മുഖേന ദുര്യോധനാദികൾ അറിഞ്ഞു. വിവാഹ മണ്ഡപത്തിലുണ്ടായ പോരാട്ടത്തിൽ അർജുനനും ഭീമനും കൂടിയാണ് ആ ഒരു വിവാഹ മണ്ഡപത്തിലുണ്ടായ പോരാട്ടത്തിൽ രാജാക്കന്മാരെയെല്ലാം പരാജിതരാക്കിയതെന്നുള്ള വസ്തുതയും അവൻ മനസ്സിലാക്കി. എല്ലാവർക്കും ഈ വാർത്ത അത്ഭുതമുളവാക്കി. കുന്തിയും പാണ്ഡവന്മാരും അരക്കില്ലത്തിൽ കിടന്ന് വെന്തു മരിച്ചുവെന്നാണ് എല്ലാവരും ഇതുവരെ ധരിച്ചിരുന്നത്. ആ ധാരണ ഇപ്പോൾ തിരുത്തി കുറിക്കേണ്ടി വന്നു. എന്നു മാത്രമല്ല, പാണ്ഡവന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആപത്ത് നിലനിൽക്കുകയും ചെയ്തു. കൂടാതെ അവർ പാഞ്ചാലിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ദ്രുപദന്റെ ബന്ധുക്കളായി. ദ്രുപദൻ അതിശക്തനാണ്. അദ്ദേഹവുമായുള്ള ബന്ധം കൊണ്ട് പാണ്ഡവന്മാരുടെ ശക്തിയും വർദ്ധിക്കും. ഇപ്രകാരമെല്ലാം ചിന്തിച്ച ദുര്യോധനാദികൾക്ക് പാണ്ഡവന്മാരിലോടുള്ള ഭയവും വർദ്ധിച്ചു. താൻ ആഗ്രഹിച്ച ദ്രൗപദിയാകുന്ന കനികയെ അനുഭവിക്കുന്നത് പാണ്ഡവന്മാരാണല്ലോ എന്നോർത്തപ്പോൾ ദുര്യോധനൻ അവരിൽ അസൂയാലുവായി. പാണ്ഡവന്മാർ മരിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ പ്രജകൾ അതിയായി സന്തോഷിച്ചു. അവരെ ദുര്യോധനാദികൾ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് എല്ലാവർക്കും വ്യക്തമായി ബോധ്യമായി. കൗരവർ കാണിച്ച കൊടുംചതിയെപ്പറ്റി പലരും പലയിടങ്ങളിലും വെച്ച് പരസ്യമായി സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ ദുര്യോധനനും ശകുനിയും കർണനും കൂട്ടുകാരും ഇനിയും എന്താണ് വേണ്ടതെന്ന് ഗൗരവമായി ആലോചന ചെയ്തു തുടങ്ങി. അരക്കില്ലം വെന്തപ്പോൾ പാണ്ഡവന്മാർ മരിച്ചില്ലെന്നുള്ള വസ്തുത വിതുരർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. പാണ്ഡവന്മാർ ദ്രൗപദിയെ വിവാഹം ചെയ്തതും ദുര്യോധനാദികൾ നിരഹങ്കാരമായി ലജ്ജിതരായി ഹസ്തിനാപുരങ്കിയിൽ മടങ്ങിയെത്തിയതും അറിഞ്ഞപ്പോൾ വിതുരൻ നിസീമമായി ആഹ്ലാദിച്ചു. വിതുരൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മഹാരാജാവേ, ദ്രൗപദി സ്വയംവരം നടന്നു. അവൾ അങ്ങയുടെ മരുമകളായിരിക്കുന്നു. പാവം ധൃതരാഷ്ട്രർ. അദ്ദേഹം വിചാരിച്ചു ദ്രൗപദിയെ സ്വയംവരത്തിൽ ദുര്യോധനാണ് ലഭിച്ചതെന്ന്. അദ്ദേഹം ആനന്ദ തുല്യതനായി പറഞ്ഞു, ഭാഗ്യം ഭാഗ്യം, എവിടെ ദ്രൗപദി, എവിടെ ദുര്യോധനൻ? രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരൂ. ഇത് കേട്ട് പുഞ്ചിരിയോടെ വിതുരൻ പറഞ്ഞു, ദുര്യോധനനല്ല, പാണ്ഡവരാണ് ദ്രൗപദിയെ വിവാഹം കഴിച്ചത്. ധൃതരാഷ്ട്രൻ ഇടിവെട്ടേറ്റതുപോലെ സ്തബ്ധനായി. മരിച്ചുപോയെന്ന് കരുതിയ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നെന്നോ? അവർ ദ്രൗപദിയെ വെട്ടുവോ? ദ്രുപദൻ അവരുടെ ബന്ധുവായിരിക്കുന്നുവെന്നോ? ഇപ്രകാരമുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തു. പെട്ടെന്നെല്ലാം അദ്ദേഹം മനസ്സിലൊതുക്കി. പുറമേ സന്തോഷം ഭാവിച്ചുകൊണ്ട് വിതുരനോട് പറഞ്ഞു, നന്നായി നന്നായി, പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു അല്ലേ? വളരെ സന്തോഷം. പാവം കുന്തി, അവൾ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പാഞ്ചാലർ നല്ലവരാണ്. ദ്രുപദനെ നമ്മുടെ ബന്ധുവായി കിട്ടിയിരിക്കുന്നു. വളരെ നല്ലത്. ഇത് കേട്ടപ്പോൾ മഹാരാജാവേ, അങ്ങയ്ക്ക് എന്നും ഇപ്രകാരമുള്ള ബുദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിതുരർ പോയി. തൻ്റെ അച്ഛനും വിതുരനും കൂടി നടത്തിയ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന ദുര്യോധനൻ വിതുരൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുന്നിലെത്തി. അവൻ്റെ കൂടെ കർണനും ഉണ്ടായിരുന്നു. ദുര്യോധനൻ ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാണ് വിതുരരോട് പറഞ്ഞത്? പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നതിൽ അച്ഛൻ സന്തോഷിക്കുകയാണെന്നോ? അവർ ദ്രുപദന്റെ ബന്ധുക്കളായി ശക്തി ആചരിക്കുന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ഉയർന്നു വരുന്ന ബലമില്ലാതാക്കാനല്ലേ നാം ശ്രമിക്കേണ്ടത്? ഇത് കേട്ട് ധൃതരാഷ്ട്രർ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഡ്ഢികളാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്നാൽ അതൊക്കെ വിതുരനോട് പറയുവാൻ പറ്റുമോ? നമ്മുടെ ഇംഗിതം എന്താണെന്ന് വിതുരൻ അറിയരുത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ, അങ്ങനെ ചെയ്യാം. ദുര്യോധനന് സമാധാനമായി. അവൻ പറഞ്ഞു,
പാണ്ഡവരുടെ ശക്തി ക്ഷയിപ്പിക്കുവാനും അവരുടെ ശല്യം ഒടുക്കുവാനും പല വഴികൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഭീമസേനനെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊല്ലിക്കണം. അവനാണ് പാണ്ഡവരുടെ ബലത്തിൻ്റെ അത്താണി. അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ഇടയിൽ അനൈക്യം ഉണ്ടാക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. ദ്രുപദനെ വശത്താക്കി പാണ്ഡവന്മാരിൽ അയാൾക്ക് നീരസം ഉണ്ടാക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യണം. മറ്റു ചില മാർഗങ്ങളും ഞാൻ കാണുന്നുണ്ട്. ദുര്യോധനന്റെ അഭിപ്രായങ്ങളൊന്നും കർണന് സ്വീകാര്യമായില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞതുപോലെയൊന്നും പാണ്ഡവന്മാരെ ഒതുക്കാമെന്ന് കരുതണ്ട. അവർ ബലവാന്മാരായിരിക്കുന്ന കാലം തൊട്ട് അവരെ ഉന്മൂലനാശം ചെയ്യുവാൻ നീ ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചു. എന്നിട്ടും എന്തുണ്ടായി? നാം എത്ര ശ്രമിച്ചാലും ദ്രുപദനെ പാട്ടിലാക്കുവാൻ സാധ്യമല്ല. പാണ്ഡവന്മാരെ തമ്മിൽ തല്ലിക്കുവാനും കഴിയുകയില്ല. അവരെല്ലാം യുധിഷ്ഠിരന്റെ ആജ്ഞാനുവർത്തികളായി അനുസരണയോടെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ ഒറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. അവർ പാഞ്ചാലത്ത് വേര് പിടിക്കുന്നതിന് മുമ്പായി അവരെ നശിപ്പിക്കണം. നാം ചതുരംഗ പടയോടുകൂടി ചെന്ന് പാഞ്ചാലനെ തോൽപ്പിച്ച് പാണ്ഡവരെ ബന്ധനസ്ഥരാക്കണം. ഇതല്ലാതെ മറ്റുപായങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ക്ഷത്രിയർക്ക് വിക്രമമാണ് ശാസ്ത്രം, ശൂരന്മാർക്ക് ധർമ്മമാണ് വിക്രമം. ധൃതരാഷ്ട്രർ പറഞ്ഞു, നീ പറഞ്ഞത് ശൂരന്മാർക്ക് ചേർന്ന വാക്കുകളാണ്. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അനായാസേന പാഞ്ചാലനെ തോൽപ്പിക്കുവാനും പാണ്ഡവന്മാരെ പിടിച്ചു കെട്ടുവാനും കഴിയുകയില്ല. ഏതായാലും ഭീഷ്മരുടെയും വിതുരന്റെയും ദ്രോണന്റെയും മറ്റും അഭിപ്രായം കൂടി അറിയട്ടെ. ഉടൻ തന്നെ അവർ കാളയച്ചു. അവർ മൂവരും രാജാവിന്റെ മുന്നിലെത്തി. ഭാവി കാര്യങ്ങളെപ്പറ്റി രാജാവ് അവരോട് ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു, മഹാരാജാവേ, എനിക്കങ്ങും പാണ്ഡുവും ഒരേപോലെയാണ്. ഗാന്ധാരി പുത്രന്മാരും കുന്തി പുത്രന്മാരും തമ്മിൽ എനിക്കൊരു ഭേദവുമില്ല. അങ്ങും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആ നിലയ്ക്ക് അവരുമായി കലഹിക്കുന്നത് ശരിയല്ല. അവർക്ക് പകുതി രാജ്യം കൊടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അങ്ങയ്ക്ക് ദുഷ്കീർത്തി ഉണ്ടാകും. കീർത്തി നശിച്ച പുരുഷന്റെ ജീവിതം വ്യർത്ഥമാണ്. കീർത്തി നശിക്കുമ്പോൾ അവനും നശിക്കും. പാണ്ഡവന്മാർ അരക്കില്ലം വെന്ത് നശിക്കാതിരുന്നതുകൊണ്ട് അങ്ങ് ഭാഗ്യവാനാണ്. അവർ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർ അങ്ങയുടെ നേർക്കാണ് വിരൽ ചൂണ്ടിയത്. എന്നാൽ ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുമെന്നറിഞ്ഞപ്പോൾ പകുതി രാജ്യം സന്തോഷത്തോടെ നൽകിയാൽ ആ സൽപ്രവൃത്തി അങ്ങയുടെ കുറ്റത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പാണ്ഡവന്മാരെ വരുത്തി പകുതി രാജ്യം അവർക്ക് നൽകുക. പിന്നീട് ദ്രോണനാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ഭീഷ്മർ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. ഉടൻ തന്നെ ഒരു ദൂതനെ അങ്ങയുടെ ആൾപ്പേരായി പാഞ്ചാലത്തേക്ക് അയച്ച് പാഞ്ചാലനോടും പാണ്ഡവന്മാരോടും കുന്തിയോടും നല്ല വാക്ക് പറഞ്ഞ് അവരെയെല്ലാം സന്തോഷിപ്പിച്ച് അവർ ദ്രൗപദിയെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നതിന് ഏർപ്പാട് ചെയ്യണം. ഭീഷ്മരുടെയും ദ്രോണരുടെയും അഭിപ്രായം കേട്ടപ്പോൾ കർണൻ അരിശം കൊണ്ട് ചുണ്ടുകടിക്കുകയും കൈകൾ കൂട്ടിയടിക്കുകയും ചെയ്തു. അവൻ അമർഷത്തോടെ പറഞ്ഞു, വേണ്ടതെല്ലാം കൊടുത്ത് കുടുംബ അംഗങ്ങളായി പാർപ്പിക്കുന്ന ഭീഷ്മ ദ്രോണരോട് അങ്ങയുടെ ഭാവി നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിക്കുന്നത് ശരിയല്ല. ഇവരുടെ ആഗ്രഹം ശത്രുവിന് നന്മ ചെയ്യണമെന്നാണ്. എന്നാൽ അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഭാവം പുറമേ ഉണ്ട്. കർണന്റെ വാക്കുകൾ ദ്രോണർക്ക് സഹിച്ചില്ല. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, ഛേ ദുഷ്ട, നീ എന്തു പറഞ്ഞു? ഞാൻ കുരുവംശത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ട കാര്യമാണ് പറഞ്ഞത്. നീ അത് ദോഷമായി കരുതുന്നു. ഞാൻ പറഞ്ഞത് കേൾക്കാതെ മറ്റു വിധത്തിൽ പ്രവർത്തിച്ചാൽ കുരുവംശം നശിക്കും. അതിലാർക്കും സംശയം വേണ്ട. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിതുരർ സാവധാനത്തിൽ പറഞ്ഞു, രാജാവേ, ഭീഷ്മരും ദ്രോണനും പറഞ്ഞത് നല്ല കാര്യമാണ്. ഇവരെ പോലെ വിവേകശാലികൾ ആരുണ്ട്? അവർ നിന്റെ ഗുണകാംക്ഷികളാണ്. രാധയെ നിന്റെ ഗുണകാംക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകയും അസൂയയുമാണ് അവന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. പാണ്ഡവന്മാർ അജയ്യരാണ്. അവരുടെ ഗുണം അങ്ങയുടെ ഗുണമാക്കി മാറ്റുകയാണ് വേണ്ടത്. അവർ കോപിച്ചാൽ ഭവാന് നാശം സംഭവിക്കും. ബലവാന്മാരായ പാണ്ഡവന്മാരോടുമൊത്ത് കൃഷ്ണൻ നിൽക്കും. കൃഷ്ണനുള്ള ഭാഗത്ത് വളരെ മഹാന്മാർ ഉണ്ടാവും. കൃഷ്ണൻ ഏത് ഭാഗത്ത് നിൽക്കുന്നുവോ അവിടെ തന്നെയായിരിക്കും വിജയവും. സാമം കൊണ്ട് സാധിക്കാത്ത കാര്യം ഭേദം കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കരുത്. അത് മൂഢത്വമാണ്. അഭിപ്രായങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ വിചാരിച്ചു, ഭീഷ്മനും ദ്രോണരും വിതുരരും തീർച്ചയായിട്ടും മഹാന്മാരാണ്. എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ മറച്ചു വെച്ചിട്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പരിതസ്ഥിതിക്ക് ചേർന്ന മാർഗം. എൻ്റെ മക്കൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ പോലും ഇവർ പറഞ്ഞത് ഞാൻ അനുസരിക്കുകയാണ് വേണ്ടത്. ധൃതരാഷ്ട്രർ വിതുരരോട് ആജ്ഞാപിച്ചു, വിതുര, അങ്ങുടൻ തന്നെ പോയി പാണ്ഡവന്മാരെ അമ്മയോടും ദ്രൗപദിയോടും കൂടി കൂട്ടിക്കൊണ്ടുവരിക. ഭീഷ്മരും ദ്രോണനും മഹാരാജാവിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടരായി അദ്ദേഹത്തെ അഭിനന്ദിച്ചു.
വിതുരർ വിലപിടിപ്പുള്ള പല ഉപഹാരങ്ങളോടെ പാഞ്ചാല രാജ്യത്തേക്ക് പോയി. കൃഷ്ണനും ബലരാമനും അപ്പോൾ പാഞ്ചാലത്തുണ്ടായിരുന്നു. വിതുരരെ എല്ലാവരും ചേർന്ന് സ്വീകരിച്ചു. പാണ്ഡവന്മാർ ഇളയച്ചനെ കണ്ടപ്പോൾ അതീവ സന്തുഷ്ടരായി. വിതുരർ തന്റെ ആഗമന ഉദ്ദേശം എല്ലാവരെയും അറിയിച്ചു. ധൃതരാഷ്ട്രന് തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്രകാരം ദൂതനെ അയച്ചതെന്നായിരുന്നു പാണ്ഡവന്മാരുടെ ധാരണ. ഏതായാലും എല്ലാവർക്കും സന്തോഷമായി. ഒരു ശുഭമുഹൂർത്തത്തിൽ പാണ്ഡവന്മാരും ദ്രൗപദിയും വിതുരനോടടുത്ത് ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. കൃഷ്ണനും അവരെ അനുഗമിച്ചു. എല്ലാവരും രാജധാനിയിലെത്തി. പാണ്ഡവന്മാർ വരുതെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ പൗരജനങ്ങൾ അവരെ കാണുവാൻ തടിച്ചുകൂടി. മരിച്ചുപോയെന്ന് കരുതിയവർ വിജയശ്രീ ലാളിതരായി തിരിച്ചുവന്നെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി. പാണ്ഡവന്മാർ മുത്തച്ഛനെയും വലിയച്ഛനെയും നമസ്കരിച്ചു. അവർ തിരികെ പാണ്ഡവന്മാരെ ആശ്ലേഷിച്ചു. പാണ്ഡവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ വീട് സജ്ജമാക്കിയിരുന്നു. അവർ എല്ലാവരും ആദരിക്കപ്പെട്ടു. സുഖമായും സന്തോഷവുമായും അവർ ഹസ്തിനാപുരിയിൽ താമസിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഭീഷ്മരും ധൃതരാഷ്ട്രവും കൂടി പാണ്ഡവന്മാരെ അവരുടെ മുമ്പാകെ വരുത്തി. ധൃതരാഷ്ട്രർ പറഞ്ഞു, യുധിഷ്ഠിരാ, നിങ്ങളും ദുര്യോധനാദികളും കൂടി മേലിൽ യാതൊരു വിധത്തിലുള്ള ഛിദ്രവും ഉണ്ടാവുവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പകുതി രാജ്യം തരുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ ഗാണ്ഡവപ്രസ്ഥത്തിൽ പോയി രാജഭാരം നടത്തി സുഖമായി താമസിക്കുക. നിങ്ങൾക്ക് നന്മയും സ്നേഹവും ഉണ്ടാകും. യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. പാണ്ഡവന്മാർ ഗാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോയി. കൃഷ്ണനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സമുചിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് മനോഹരമായ ഒരു പട്ടണം അവർ നിർമ്മിച്ചു. ആ പട്ടണത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടു. വീതിയുള്ള രാജപാതകളും അമ്പരചുംബികളായ മണിമന്ദിരങ്ങളും രമണീയങ്ങളായ പൂന്തോട്ടങ്ങളും കൊണ്ട് ആലങ്കൃതമായ ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രലോകം പോലെ തന്നെ പ്രശോഭിച്ചു വന്നു. വേദവിദഗ്ധരായ ബ്രാഹ്മണർ, വണിക്കുകൾ, വിദഗ്ധന്മാരായ ശില്പികൾ എന്നിവരെല്ലാം നാനാദേശങ്ങളിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് താമസം ഉറപ്പിച്ചു. പാണ്ഡവന്മാരെ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴിച്ച ശേഷം ബലരാമനും കൃഷ്ണനും ദ്വാരയിലേക്ക് മടങ്ങി. അങ്ങനെ ധർമ്മപുത്രൻ ധർമ്മത്തിൽ നിന്ന് അണുവിടുപോലും വ്യതിചലിക്കാതെ സഹോദരന്മാരുടെ സഹായത്തോടെ രാജ്യഭാരം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരദ മഹർഷി കൊട്ടാരത്തിൽ വന്നു. അപ്രതീക്ഷിതമായി മഹർഷിയെ കണ്ടപ്പോൾ പാണ്ഡവന്മാർ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ച് വിശിഷ്ടമായ ആസനത്തിൽ ഇരുത്തി. മഹർഷിയുടെ ആജ്ഞയനുസരിച്ച് പാണ്ഡവരും അദ്ദേഹത്തിന്റെ സമീപത്ത് ആസനസ്ഥനായിരുന്നു. മഹർഷി പറഞ്ഞു, നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനായി മാത്രം ഞാൻ വന്നതാണ്. നിങ്ങൾ സുഖമായിരിക്കുമെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് 5 പേർക്കും കൂടി കൃഷ്ണ മാത്രമാണല്ലോ പത്നിയായിട്ടുള്ളത്. അത് കാരണം നിങ്ങൾ തമ്മിലുള്ള ഐക്യമത്യം കളഞ്ഞുകുളിച്ച് പിണങ്ങുവാൻ ഇടയാകരുത്. പണ്ട് സുന്ദോപ സുന്ദന്മാർക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകാതെ സൂക്ഷിക്കണം. യുധിഷ്ഠിരൻ ചോദിച്ചു, ആരാണ് ഈ സുന്ദോപ സുന്ദന്മാർ? അവർക്ക് എന്തു പറ്റി? ആ കഥ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ദയവായി പറഞ്ഞാലും. നാരദൻ പറഞ്ഞു, അതൊരു പഴങ്കഥയാണ്. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം. അതുകൊണ്ട് പറയാം. പണ്ട് ഹിരണ്യകശ്യപിന്റെ വംശത്തിൽ നികുംബൻ എന്നു പേരുള്ള ഒരു അസുര രാജാവുണ്ടായിരുന്നു. അവന് സുന്ദൻ എന്നും ഉപസുന്ദൻ എന്നും 2 പുത്രന്മാരുണ്ടായിരുന്നു. സഹോദരന്മാർ ഭീമവിക്രമന്മാരും ക്രൂരബുദ്ധികളുമായിരുന്നു. ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരളാണ് എന്ന് പറഞ്ഞാണ് അവർ ജീവിച്ചിരുന്നത്. പരസ്പര സ്നേഹത്തിൽ അവർ അദ്വിതീയരായിരുന്നു. അവർ ഒരേ വിധത്തിൽ ചിന്തിച്ചു, ഒരേ വിധത്തിൽ പ്രവർത്തിച്ചു. ഒരുമിച്ച് ഉണ്ടു, ഒരുമിച്ച് സല്ലപിച്ചു, ഒരുമിച്ചുറങ്ങി. 3 ലോകങ്ങളും കീഴടക്കണമെന്ന് ഒരേ ലക്ഷ്യമായിരുന്നു അവർക്കിരുവർക്കും. ലക്ഷ്യം കൈവരിക്കുവാനായി അവർ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. വിന്ധ്യാദ്രിയിൽ പോയി ഉഗ്രമായ തപസ് ആരംഭിച്ചു. അവരുടെ തപസ് കണ്ടു ഭയപ്പെട്ട ദേവന്മാർ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കനകം മൂലവും കാമിനി മൂലവും പലവിധത്തിൽ പ്രലോഭനങ്ങൾ നടത്തി. വിവിധ തരത്തിലുള്ള മായാജാല പ്രയോഗങ്ങൾ ചെയ്തു. ഇതുകൊണ്ടൊന്നും അവർ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. അവരുടെ തപസ്സിൽ പ്രീതനായ ബ്രഹ്മാവ് അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനെ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ സുന്ദോപ സ്വന്തന്മാർക്ക് അത്യധികം ആഹ്ലാദിച്ചു. അവർ അദ്ദേഹത്തെ താണുമണങ്ങി സാഷ്ടാംഗം പ്രണാമം ചെയ്തു. എന്തു വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? ബ്രഹ്മാവ് ചോദിച്ചു. അസുരന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞു, സകല മായാവിദ്യകളിലും അസ്ത്രവിദ്യകളിലും ഞങ്ങൾ അതുല്യരായിരിക്കണം. കൂടാതെ ഞങ്ങൾ ഏറ്റവും ശക്തന്മാരും അമരന്മാരുമായിരിക്കണം. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, നിങ്ങൾ ത്രൈലോകം കീഴടക്കുവാൻ വേണ്ടി തപസ് ചെയ്തവരാണ്.
അതുകൊണ്ട് അമരത്വം നൽകി മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മറ്റാഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാം. സുന്തോബോ സുന്ദന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ത്രിലോകത്തിലുള്ള ചരാചരങ്ങളിൽ ഒന്നിൽ നിന്നും ഞങ്ങൾക്ക് മരണം സംഭവിക്കരുത്. ഞങ്ങൾ മരിക്കണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ കലഹിച്ചു കൊല്ലണം. ബ്രഹ്മാവ് സമ്മതിച്ചു. അപ്രകാരം അവർക്ക് വരം നൽകി. അവർ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 3 ലോകങ്ങളും തങ്ങളുടെ കാലടി കീഴിൽ ഒതുക്കുന്നതിനുള്ള ശ്രമം അവർ ആരംഭിച്ചു. വിപുലമായ സൈന്യം സജ്ജീകരണങ്ങൾ ചെയ്ത് ദേവലോകത്തിലെത്തി. ബ്രഹ്മാവിന്റെ വരപ്രദാനം കൊണ്ട് അവധ്യന്മാരായ അവരോട് ഏറ്റുമുട്ടിയ ദേവന്മാർ പരാജിതരായി. പലായനം ചെയ്യുകയും ചെയ്തു. പിന്നീട് പാതാള ലോകത്തിൽ പോയി പാതാളം പിടിച്ചടക്കി. അടുത്തതായി ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ സഞ്ചരിച്ചു. രാജാക്കന്മാരെ കൊന്നു, രാജ്യങ്ങൾ പിടിച്ചടക്കി, ജനങ്ങളെ ദ്രോഹിച്ചു, മുനിമാരെ മർദ്ദിച്ചു, ആശ്രമങ്ങളും യാഗശാലകളും നശിപ്പിച്ചു. എല്ലാവരും സംഭീതരായി. എവിടെയും കഷ്ടപ്പാടും രോദനവും മാത്രം. അവസാനം ദേവന്മാരും മഹർഷിമാരും ബ്രഹ്മാവിന്റെ മുന്നിലെത്തി. സുന്തോ ഉപസുന്ദന്മാരുടെ ക്രൂരകർമ്മങ്ങളെപ്പറ്റി വിവരിച്ചു പറഞ്ഞ് അവനെ കേൾപ്പിച്ചു. അപ്പോൾ ലോക പിതാമഹനായ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ അവരെ കൊല്ലുവാനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ട്. ചതുർമുഖൻ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതുവരെ നീ സൃഷ്ടിച്ചിട്ടില്ലാത്ത വിധത്തിൽ സൗന്ദര്യ രസം വഴിഞ്ഞൊഴുകുന്ന ഒരു തരുണീമണിയെ സൃഷ്ടിക്കുക. വിശ്വകർമാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അനുപമമായ, അതായത് അതിലാവണ്യത്തോടു കൂടിയ ഒരു ലതാംഗിയെ സൃഷ്ടിച്ചു. ത്രിലോകങ്ങളിൽ ഒട്ടാകെയുള്ള സുന്ദര വസ്തുക്കളിൽ കാണുന്ന സൗന്ദര്യ അംശം എല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ആ മോഹിനിക്ക് ബ്രഹ്മാവ് തന്നെ പേരിട്ടു. പേര് തിലോത്തമ. തിലോത്തമ ബ്രഹ്മദേവനെ കുമ്പിട്ട് ആജ്ഞാനുവർത്തിയായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, തിലോത്തമേ, നീ സുന്തോ ഉപസുന്ദന്മാരുടെ അടുത്തേക്ക് പോവുക. അവർ നിന്നിൽ പ്രേമ പരവശരാകത്തക്കവണ്ണമുള്ള അടവുകൾ ചവിട്ടുക. അതുകൊണ്ട് അവർ തമ്മിൽ വൈരികളായി തീരണം. അതിനു വേണ്ടതായ കൗശലങ്ങൾ നീ പ്രയോഗിക്കുക. അപ്രകാരമാകാമെന്ന് പറഞ്ഞ് വിരിഞ്ചനെ വന്നിച്ചിട്ട് തിലോത്തമ സുന്തോ ഉപസുന്ദന്മാരെ അന്വേഷിച്ചു പോയി. 3 ലോകങ്ങളും ജയിച്ച് ഏകാധിപതികളായി തീർന്ന സുന്തോ ഉപസുന്ദന്മാർക്ക് എതിരാളികളില്ലാതെയായി. തന്മൂലം അവർ അവരുടെ സമയം മുഴുവൻ മദ്യത്തിലും മധുരാശികളുമായി കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വസന്തത്തിൽ അവർ സ്ത്രീകളുമൊത്ത് വിന്ധ്യാദ്രയിൽ വിഹരിക്കുന്ന സമയത്ത് തിലോത്തമ അവിടെ എത്തി. സർവാഭരണ വിഭൂഷിതയായി നേർത്ത പട്ടുവസ്ത്രങ്ങളോടുമുടുത്ത് രംഗലോലയായി മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പൂവിറക്കുന്ന അവളെ സുന്തോപസുന്ദന്മാർ കണ്ടു. അവർ ഇരുവരും മദ്യലഹരിയിൽ മുഴുകിയിരുന്നു. ആദ്യം അവളുടെ അടുത്ത് ഓടിയെത്തിയ സുന്ദൻ അവളുടെ വലങ്കയിൽ പിടിച്ചു. തൊട്ടു പിന്നാലെ എത്തിയ ഉപസുന്ദൻ അവളുടെ ഇടത് കരം ഗ്രഹിച്ചു. സുന്ദനും ഉപസുന്ദനും പരസ്പരം നോക്കി. രണ്ടുപേരും ക്രുദ്ധരായി. സുന്ദൻ പറഞ്ഞു, ഞാനാണ് ഇവളുടെ കാര്യം ആദ്യം ഗ്രഹിച്ചത്. അതുകൊണ്ട് ഇവൾ എൻ്റെ ഭാര്യയാണ്, നിന്റെ ജ്യേഷ്ഠത്തിയാണ്. ഉപസുന്ദൻ പറഞ്ഞു, ഹേയ്, ഇവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നിന്റെ അനുജത്തിയാണ്. ഇവൾ എൻ്റേത് മാത്രമെന്ന സുന്ദൻ. അതല്ല, ഇവൾ എൻ്റേത് മാത്രമെന്ന ഉപസുന്ദൻ. തർക്കം മൂത്തു. തർക്കം വാക്കുകളിൽ ഒതുങ്ങാതെയായി. മതിമറന്ന അവർ ഗദയെടുത്ത് പരസ്പരം പോരാടി. ഉഗ്രമായ പോരാട്ടമായിരുന്നു അത്. അവസാനം രണ്ടുപേരും മല പോലെ മറിഞ്ഞു വീണ് മരിച്ചു. ദേവകളും മുനികളും മനുഷ്യന്മാരുമെല്ലാം അവരുടെ കാലടി കീഴിൽ നിന്ന് മോചനം നേടി. അതുവരെ ഒരു മെയ്യായി കരുതി ജീവിച്ചിരുന്ന സുന്തോ ഉപസുന്ദന്മാർ ഒരു സ്ത്രീ കാരണം കലഹിച്ച് മരിച്ചു. അതുപോലെ ദ്രൗപദി മൂലം നിങ്ങൾ ഛിദ്രിക്കുവാൻ ഇടവരരുത്. നിങ്ങൾ ക്രമം വെച്ച് അവളോടുകൂടി ജയിക്കണം. നാരദൻ പറഞ്ഞ കഥ അദ്ദേഹം നൽകിയ ഉപദേശമാണെന്ന് പാണ്ഡവന്മാർക്ക് തോന്നി. അവർ തമ്മിൽ ആലോചിച്ച ശേഷം നാരദ മഹർഷിയോട് ഉണർത്തിച്ചു, കൃഷ്ണ ഒരിക്കലും ഒരാളുടെ മാത്രം സഹധർമ്മിണിയായിരിക്കും. ആ കാലയളവിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്നെടുത്ത് മറ്റൊരാൾ കയറിച്ചെന്ന സഹോദരൻ കൊട്ടാരം വിട്ട് 12 വർഷം തീർത്ഥാടനം നടത്തണം. ഇത് ശരിയായ വ്യവസ്ഥയാണെന്ന് നാരദൻ അവരോട് പറഞ്ഞു. പാണ്ഡവന്മാർ ഈ വ്യവസ്ഥ പാലിക്കുമെന്ന് സത്യം ചെയ്തു. നാരദ മഹർഷി പാണ്ഡവരെ ആശീർവദിച്ചിട്ട് ഇന്ദ്രപ്രസ്ഥം വിട്ടുപോയി. അങ്ങനെ പാണ്ഡവന്മാർ പ്രശസ്തമായ നിലയിൽ രാജഭരണം നടത്തി വന്നു. അവർ പല രാജാക്കന്മാരെയും കീഴടക്കി സമാന്തരാജ്യരാക്കി. രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ബ്രാഹ്മണന്റെ കുറെ പശുക്കൾ മോഷണം പോയി. ബ്രാഹ്മണൻ ആവലാതിയുമായി കൊട്ടാരത്തിലെത്തി. അർജുനനെ കണ്ടു. കള്ളന്മാരെയൊക്കെ പിടികൂടി പശുക്കളെ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പാർത്ഥൻ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു.
ആയുധങ്ങൾ എടുക്കുവാനായി അർജുനൻ ആയുധപുരയിലേക്ക് പോയി. അപ്പോൾ ധർമ്മപുത്രരും ദ്രൗപദിയും കൂടി അവിടെ അകത്തിരുന്ന് സംഭാഷണം ചെയ്യുകയായിരുന്നു. എന്താണ് വേണ്ടതെന്നറിയാതെ അർജുനൻ കുഴങ്ങി. ജ്യേഷ്ഠനും പത്നിയും കൂടെ തനിച്ചിരിക്കുന്നിടത്ത് കയറി ചെന്നാൽ വ്യവസ്ഥയ്ക്ക് വിപരീതമാകും. താൻ കൊട്ടാരം വിട്ടു പോകേണ്ടി വരും. അകത്ത് കയറി അസ്ത്രങ്ങൾ എടുക്കാതിരുന്നാൽ വിപ്രനെ സഹായിക്കുവാൻ കഴിയാതെ വരും. ഞാൻ കൊട്ടാരം വിടേണ്ടി വന്നാലും തരക്കേടില്ല. ബ്രാഹ്മണനെ സഹായിക്കേണ്ടതാണ് രാജധർമ്മം. ഈയുള്ള ദൃഢവിശ്വാസത്തോടെ പാർത്ഥൻ അകത്ത് കയറി ധർമ്മപുത്രനെ അറിയിച്ചിട്ട് ആയുധങ്ങൾ എടുത്തു. ബ്രാഹ്മണന്റെ കൂടെ പോയി കള്ളന്മാരിൽ നിന്ന് അയാളുടെ പശുക്കളെ വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അർജുനൻ നേരെ ജ്യേഷ്ഠന്റെ മുന്നിലെത്തി വന്നിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ദ്രൗപദിയും ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തു വന്നു. നാം കൂട്ടായി ചെയ്ത ശപഥം ഞാൻ തെറ്റിച്ചിരിക്കുന്നു. തന്മൂലം ഞാൻ തീർത്ഥാടനത്തിൽ പോകേണ്ടതായി വന്നു. എന്നെ അനുഗ്രഹിച്ചാലും. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അമ്പരന്നുപോയി. അർജുനന്റെ വാക്കുകൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ധർമ്മപുത്രൻ പറഞ്ഞു, നീ അവിചാരിതമായി ഞാനും ദ്രൗപദിയും കൂടിയിരിക്കുന്നിടത്ത് പ്രവേശിച്ചതിൽ അപാകതയൊന്നുമില്ല. അതുകൊണ്ട് നീ എവിടെയും പോവേണ്ട. ജ്യേഷ്ഠന്റെ വാക്കുകൾ അർജുനനെ തൃപ്തിപ്പെടുത്തിയില്ല. താൻ ശബ്ദം തെറ്റിച്ചുവെന്ന അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം ധർമ്മപുത്രർക്ക് അനുജന്റെ ദൃഢനിശ്ചയത്തിനു മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ അർജുനൻ ജ്യേഷ്ഠനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് 12 വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. അവനോടൊപ്പം ധാരാളം ദിജ്വശ്രേഷ്ഠന്മാരും ബ്രഹ്മചാരികളും യതികളും വേദാന്ത ഗന്ധ്യവിജജ്ഞന്മാരും പുറപ്പെട്ടു. അവർ പല പല ദേശങ്ങളും പുണ്യസ്ഥലങ്ങളും ചുറ്റി ഗംഗാതീരത്തെത്തി. അവിടെ കുറച്ച് ദിവസങ്ങൾ പാർത്തു. ഒരു ദിവസം ഫൽഗുണൻ കുളിക്കുവാനായി ഗംഗയിലിറങ്ങി. അവിടെ അപ്പോഴുണ്ടായിരുന്ന നാഗരാജാവിന്റെ പുത്രി കോമളകളഭേരനായ പാർത്ഥനെ കാണുകയും അവരിൽ പ്രേമാവരശനാകുകയും ചെയ്തു. അവൾ അർജുനനെ മായാജാലം കൊണ്ട് ആകർഷിച്ച് ജലാന്തർഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ നാഗരാജാവിന്റെ അരമനയിലെത്തി. അർജുനൻ ചോദിച്ചു, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? അവൾ പ്രതിവചിച്ചു, കൗരവ്യൻ എന്ന പന്നക രാജാവിന്റെ പുത്രിയായ ഉലൂബിയാണ് ഞാൻ. അങ്ങയെ കണ്ട മാത്രയിൽ കാമമോഹിതയായതിനാൽ ഞാൻ ആകർഷിച്ച് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചാലും. അർജുനൻ പറഞ്ഞു, ഞാൻ 12 വർഷം ബ്രഹ്മചര്യം ആചരിക്കുവാൻ ബാധ്യസ്ഥനാണ്. എനിക്കൊന്നും ചെയ്യുവാൻ സ്വാതന്ത്ര്യമില്ലാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഉലൂബി പറഞ്ഞു, പാണ്ഡവർ ദ്രൗപദിയുടെ കാര്യത്തിൽ എടുത്ത ശപഥവും ഏർപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളും എനിക്ക് നന്നായി അറിയാം. അങ്ങയുടെ ബ്രഹ്മചര്യം ദ്രൗപദിയുടെ കാര്യത്തിൽ മാത്രം പാലിക്കേണ്ടതാണ്. എന്നെ രക്ഷിക്കുന്നത് കൊണ്ട് അങ്ങയ്ക്ക് ധർമ്മഭ്രംശം ഉണ്ടാവുകയില്ല. അങ്ങനെ രക്ഷിച്ചില്ല എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഞാൻ ഭവാനെ ശരണം പ്രാപിക്കുന്നു. ഭവാൻ എന്റെ ആഗ്രഹം നിറവേറ്റി തന്നാലും. അവൾ പറഞ്ഞത് ശരിയാണെന്ന് പാർത്ഥന് തോന്നി. അവൻ പന്നക രാജാവിന്റെ അന്തപുരത്തിൽ തങ്ങി. അങ്ങനെ അവർ കുറെ ദിവസം അവിടെ തന്നെ പാർത്തു. അവിടുത്തെ സസ്യമനോഹരമായ എല്ലാ കാര്യങ്ങളും കണ്ട് അർജുനൻ അത്ഭുതമായി നിന്നു. അവന് ഉലൂബിയിൽ അങ്ങനെ ഒരു പുത്രനുണ്ടായി. വീരനും സുന്ദരനുമായ അവന്റെ പേര് ഈരാവാൻ എന്നായിരുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം ധനഞ്ജയൻ തിരിച്ചെത്തി നടന്ന വൃത്താന്തങ്ങളൊക്കെ തന്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണരെയും മറ്റും അറിയിച്ചു. അർജുനനും സംഘവും പിന്നീട് ഹിമാലയത്തിലേക്ക് തിരിച്ചു. അവിടെ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം കിഴക്കൻ ദിക്കിലേക്ക് പോയി. അംഗം, വംസം, കലിംഗം മുതലായ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം മണിപ്പുരത്തിലെത്തി. ചിത്രാംഗതൻ എന്ന രാജാവായിരുന്നു മണിപുരം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പുത്രിയായ ചിത്രാംഗതയെ വിജയൻ, അതായത് നമ്മുടെ അർജുനൻ, വിവാഹം കഴിച്ചു. 3 വർഷക്കാലം അവിടെ താമസിച്ചു. ചിത്രാംഗതയിൽ പാർത്ഥന് ഒരു പുത്രനുണ്ടായി. അവന്റെ പേരാണ് ബഹ്രുവാഹനൻ. ചിത്രാംഗതയെ പിരിവാൻ നേരമായപ്പോൾ അർജുനൻ അവളോട് പറഞ്ഞു, പ്രിയേ, നീ ഇവിടെ താമസിച്ച് ഇവനെ വളർത്തുക. ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ഭൂമിയൊക്കെ ജയിച്ച് രാജസൂയയാഗം നടത്തും. അന്ന് എല്ലാ രാജാക്കന്മാരും അവിടെ എത്തും. അപ്പോൾ നീ നിന്റെ അച്ഛനോടും എൻ്റെ പുത്രനോടും കൂടി അവിടെ വരിക. അതിനുശേഷം നിനക്ക് അവിടെ താമസിക്കാം. ഇതും പറഞ്ഞ് മണിപുരത്തിൽ നിന്ന് ദക്ഷിണ ദിക്കിലേക്ക് അർജുനൻ പോയി. അവിടെയുള്ള മുനിമാരോടും കൂടി കുറച്ചുനാൾ പാർത്തു. മുനിമാരുടെ ആവാസ കേന്ദ്രത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5 തീർത്ഥങ്ങളുണ്ടായിരുന്നു. ഇവ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരക്കിയ പാർത്ഥനോട് മുനികൾ ഇപ്രകാരം പറഞ്ഞു, ഈ 5 തീർത്ഥങ്ങളിൽ 5 മുതലകളുണ്ട്. അവ മുനിമാരെ പിടിച്ച് തിന്നുന്നു.
അതുകൊണ്ടാണ് അവയെ ഉപേക്ഷിച്ചിരിക്കുന്നത്. തുടരും.